ന്യൂസിലൻഡിൽ പോകാൻ നമുക്കുള്ള രണ്ടാമത്തെ ഓപ്ഷനാണ് മലേഷ്യൻ എയർലൈൻസ്. ഓസിക്ക് കിട്ടുന്ന കാരണം ഒരു ജ്യൂസ് പോലും വെറുതെ വിട്ടിട്ടില്ല. ഒരു ഓറഞ്ച് ജ്യൂസ് കുടിച്ചു തുടങ്ങി നമുക്ക് രണ്ടാമത് കിട്ടിയത് സോൾട്ടഡ് പീനട്സ് ആണ്. വിശന്നിട്ടാണോ ടേസ്റ്റ് കൊണ്ടാണോ ഞാൻ രണ്ടാമതൊരു പാക്കറ്റും ചോദിച്ചു വാങ്ങിച്ചു. അതും കഴിച്ചൊന്ന് കണ്ണടച്ച് തീർന്നപ്പോഴേക്ക് ഫുഡ് വന്നു. നമ്മുടെ HNML ഹിന്ദു നോൺ വെജ് മീലിൽ നമുക്ക് പലതും വരുന്നുണ്ട്. കുടിവെള്ളം മുതൽ കുക്കീസ്, ക്രാക്കേഴ്സ്, സാൻഡ്വിച്ച്, അങ്ങനെ നമ്മുടെ മെയിൻ മീല് വരെ. ആദ്യം നമ്മുടെ റൈസ് ക്രാക്കേഴ്സ് വിത്ത് ചീസ് ലാബ്, ഐ ലൈക്ക് ഇറ്റ്. പിന്നെ ഇതും തരക്കേടില്ല, പക്ഷെ ഒടുക്കത്തെ ദാഹം. കുട്ടിക്കാൻ നമുക്ക് സ്പ്രൈറ്റ് മാത്രമല്ല റെഡ് വൈനും ഉണ്ട്. മെയിൻ മീൽ ബട്ടർ ചിക്കൻ കഴിഞ്ഞ് വിറ്റേക്കേഴ്സിന്റെ ചോക്ലേറ്റും കുക്കീസും. വാ, നേരെ ഒരു ടീ. അടുത്ത ഫുഡിനുള്ള സമയമായേ. കാണുന്നത് ആപ്പിൾ ജ്യൂസാണ്. വേറെന്തൊക്കെ ക്രോസോൺ ഉണ്ട്, ഒരു പാഷൻ ഫ്രൂട്ട് ഡെസേർട്ട് ഉണ്ട്, പിന്നെ അങ്ങനെ പലതും. പക്ഷെ നമ്മുടെ നോട്ടം മെയിൻ മീലായിരിക്കും എപ്പോഴും. നോക്കി തൃപ്തി അടഞ്ഞ് സസ്യബുക്ക് അല്ലെങ്കിലും ഞാൻ ആ സാലഡങ്ങ് കഴിച്ചു. ഈ ഒരു വെജ് മസാല വാസ് ഗുഡ്. അതുകൊണ്ട് ചോറ് മൊത്തം അതിൽ കഴിച്ചു. പിന്നെ കറി മാത്രം ബാക്കിയായി. ഇനി ലേശം മധുരമായാലോ. ഈ പാഷൻ ഫ്രൂട്ട് ഡെസേർട്ട് വാസ് ടൂ ഗുഡ്. ഭയങ്കര യമ്മായിരുന്നു. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് തന്നെയല്ലയോ അത്, പക്ഷെ ഒന്ന് വൈറ്റ് വൈനും ഒന്ന് ആപ്പിൾ ജ്യൂസും ആണ്. അടുത്ത മീലിനുള്ള കട്ട്ലറി പൊങ്ങി കുട്ടിവെള്ളം നല്ലോണം അങ്ങോട്ട് ഇളക്കി കുടിച്ച് അവസാനം എത്തിയത് വിറ്റേക്കേഴ്സിന്റെ ക്രീമി മിൽക്കിലാണ്. മൊത്തത്തിൽ ഓപ്ഷൻസ് കുറച്ച് കുറഞ്ഞ പോലെ. മെയിൻ മീലിൽ ഒരു വശത്ത് ചിക്കൻ കറിയും ഒരു വശത്ത് പൊട്ടറ്റോ കറി. ഉരുളക്കിഴങ്ങ് കറി ഞാൻ പാടേ മറന്നു. ചിക്കനിൽ തന്നെ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു. കിട്ടിയ സാലഡ്സും കഴിഞ്ഞ് ഞാൻ നേരെ നോക്കിയ ഡെസേർട്ടിലാണ്. ഇത് എന്നെ ചാതനം. ഖീർ പോലത്തെ എന്തോന്ന് തോന്നി. കൂടുതൽ വിവരാന്വേഷണത്തിന് ഞാൻ നിന്നില്ല. ഞാൻ അങ്ങോട്ട് കഴിച്ചു. സമയം കിടക്കുകയാണ്. അതുകൊണ്ട് ജോൺ വിക്ക് മൂവിയും കണ്ട് ഞാൻ ഹെഡിങ് സ്ട്രെയിറ്റ് ടു ന്യൂസിലൻഡ്.